ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത് നിർമ്മല സദൻ ട്രെയിനിങ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള ആൾക്കാരാണ്. മൂവാറ്റുപുഴയിൽ നിന്നാണ് അല്ലേ? വെൽക്കം. നമ്മളോടൊപ്പം ഉണ്ടാവുക. നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഉത്സവത്തിന്റെ നടത്തിപ്പുകാരനെ, ഈ ഉത്സവത്തിന്റെ കാര്യക്കാരനെ. ലെറ്റ്സ് വെൽക്കം മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ടിനി ടോം. എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്വസ്ഥമായിട്ട് പോയാ? വളരെ മനോഹരമായിട്ട് പോകുന്നു. ഇവിടുത്തെ ആൾക്കാരെല്ലാരും കൊണ്ട് ഇപ്പോഴും സ്റ്റേജിൽ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അവരെന്നെ കൊണ്ടുപോയാണ് നടത്തുന്നത്. അവരാണിപ്പോൾ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യം അല്ലേ? അതെ അതെ അതെ. ചേട്ടൻ എന്താണ് ഇവിടെ കിട്ടുന്ന ഫീഡ്ബാക്ക്? എന്താണ് നമ്മുടെ പരിപാടിയെ കുറിച്ചിട്ട്? സംസാര വിഷയമാകുന്ന മറ്റൊന്നുമല്ല, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നു. അതെ, അത് ജനങ്ങൾക്ക് ഇഷ്ടമാണ്. പുതിയ ഫേസസ്, പുതിയ എല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് കാണാൻ ഇഷ്ടമാണ്. പഴയതിന് ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ നമ്മൾ അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയും കൂടി. ഇപ്പൊ എപ്പോഴും മിഥുനെ എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ വണ്ടി, എൻ്റെ എന്നുള്ളൊരു ചിന്തയാണ് ഈ കാലഘട്ടത്തിലുള്ള പലർക്കും. അതല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള, മറ്റുള്ളവരുടെ ഭാര്യയെ കുറിച്ച്, മറ്റുള്ള ഭാര്യ അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ദിവസം കണക്കെടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് നന്മ എന്ന് പറയുന്നത്. തീർച്ചയായും ഈ ഇരിക്കുന്നവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ സന്നദ്ധരായി ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാരാണ്. അതെ അതെ, നമുക്ക് കിട്ടിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണ്. കാരണം എൻ്റെ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായിട്ട് അവരൊരു കോഴ്സ് എടുത്തിരിക്കുകയാണ്. തീർച്ചയായും. പക്ഷേ ഇന്ന് ഉത്സവത്തിനെത്തുന്ന മുഖ്യ അതിഥി ടിനിച്ചേട്ടൻ പേരിട്ടൊരാളോ? എന്റെ മോനോ? ചേട്ടൻ മോനല്ല, അവന് ഞാൻ പോലെ ടിനിച്ചേട്ടൻ വളർത്തുന്ന ഒരാളാവും. വളർത്തു മകനോ? വേണമെങ്കിൽ മനസ്സിലായി. അപ്പൊ സ്വാഗതം ചെയ്യാം. എന്റെ മകന് പേരിടുന്നതിന് മുൻപ് ഞാൻ ഒരാൾക്ക് പേരിട്ടിട്ടുണ്ട്. ഒരേ ഒരാൾക്കല്ലേ പേരിട്ടുള്ളൂ. അതാരാന്നറിയാലോ? ലെറ്റ്സ് വെൽക്കം മലയാളത്തിന്റെ ചിരി ഉത്സവം ബിജുക്കുട്ടൻ. ബിജുട്ടാ, വെൽക്കം. വെൽക്കം ടു ദ ഷോ. യഥാർത്ഥത്തിൽ ബിജു പറൂരായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പ്രോഗ്രാമിന് പോയിട്ട് രാത്രിയാണ് ഇവനെ എല്ലാവരും നമ്മൾ ഇറക്കി വിടുന്നത് രാത്രിയാണ് വണ്ടിയിൽ നിന്ന്. അപ്പൊ ഇറങ്ങിപ്പോയ ഉടനെ അവിടെ ഒരു പോലീസുകാരൻ ഉണ്ടെങ്കിൽ വെറുതെ അനാവശ്യമായിട്ട് ഇവൻ വെറുതെ ഒരു പേടി കാണിക്കും. ഇപ്പൊ ഇറങ്ങി ഒരു പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങണം, പോലീസ് ഇറക്കണ്ട. അപ്പൊ അവർ പേര് പേരെന്താ നോക്കിയാൽ ബിജു പറു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കൊട്ടേഷൻ ടീം. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് ബിജു കുട്ടൻ എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം, നിഷ്കളങ്കതയൊക്കെ, ഒരു ഓമനത്തരം ഒക്കെ ഉണ്ട്. അല്ല, അതെങ്ങനെ പിന്നെ സിനിമയിൽ വന്ന് പോത്തമ്പാവെ കഴിഞ്ഞതിന് ശേഷം ഈ പേര് ടിനി ടോമാണ് ഇട്ടത്. ഈ പേര് കൊണ്ടാണ് ബിജു പെട്ടെന്ന് അങ്ങോട്ട് ഭാഗ്യം കിട്ടിയെന്നൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിൽ പലരും വന്നിട്ടുണ്ട്, വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. മോനെ ടിനിനെ ഒന്ന് കാണാൻ പറ്റും, എന്റെ മോനൊരു പേരിട്ട് കൊടുക്കണം. ഞാൻ കരുതി ഈ മണിച്ചേട്ടനൊക്കെ പല ആളുകൾ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞിനെ കൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്റെ മോനൊരു പേരിട്ടാറ്. മണിച്ചേട്ടൻ പലയിടത്തും ചേട്ടൻ അങ്ങനെ. മണിച്ചേട്ടൻ തന്നെ മണിച്ചേട്ടൻ ഇഷ്ടമുള്ള പേര്, മുരുകന്റെ പേരല്ല അയ്യപ്പന്റെ പേരൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ അതുപോലെയാണ് കൈക്കുഞ്ഞായിരിക്കും എന്ന് കരുതി. ഞാൻ മോനെ എത്ര മാസമായി പ്രസവിച്ചിട്ട്? ഇല്ല, അവൻ +2-നാണ്. അതെന്താണ്? അല്ല, ബിജു ഇത്രയും വയസ്സില്ലേ, ബിജുവിന് ഇപ്പോഴല്ലേ പേരിട്ടത്. ബിജു അത് കഴിഞ്ഞപ്പോ സെറ്റപ്പ് ആയില്ലേ? എന്റെ മോനെ സെറ്റപ്പ് ആയിക്കോട്ടെ. നെഞ്ചില് രോമൊക്കെ വളർന്ന പിള്ളേരൊക്കെ വന്നിട്ട് പേരിടാൻ. അപ്പോ ന്യൂജൻ കൃഷിയാണ് അല്ലേ? എന്തായാലും ഇവർ രണ്ടുപേരും നമ്മളോടൊപ്പം ഉണ്ടാവും. നമുക്ക് രണ്ടുപേരെയും സ്വാഗതം ചെയ്ത് ആ കസേരയോട്ട് ഇരുത്താം. എന്നിട്ട് ഇവിടുത്തെ പെർഫോമൻസസ് തുടങ്ങാം. ഉത്സവം ആരംഭിക്കട്ടെ. ഓക്കെ. അപ്പോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക്. ഓക്കെ, വെൽക്കം. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ chavarammatrimony.com-ൽ അടുത്തത് മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ ഇവിടെ എത്തുന്നത് ഷഫീഖ് ആൻഡ് ഷ്യാം. ഷഫീഖിൽ തുടങ്ങാം. ഷഫീഖ്, ആരൊക്കെയാണ് ലിസ്റ്റിലുള്ള 5 പേർ? എന്റേത് വിജയ്. വിജയ്, തമിഴ് നടൻ വിജയ്. സൂര്യ. അജിത്. കമൽഹാസൻ. രജനീകാന്ത്. നന്നായി, മുഴുവൻ തമിഴ് ഏറ്റെടുത്തിട്ടുണ്ട് പുള്ളി. നമുക്കായിട്ടൊന്നും വെച്ചിട്ടില്ല, മലയാളം ഒന്നുമില്ല. രസികർ മണ്ഡലം, തമിഴ് രസികർ മണ്ഡലം. ഓക്കെ, റെഡി. ശ്യാം പറയും. ഞാൻ ചെയ്യുന്നത് ലാലേട്ടൻ, ഷമ്മി തിലകൻ, ഓക്കെ, എൻ.എഫ്. വർഗീസ്, ഓക്കെ, സിദ്ദീഖ്, ബാബു ആന്റണി. ബ്യൂട്ടിഫുൾ ലിസ്റ്റ്. രണ്ടുപേരും ഗംഭീര ലിസ്റ്റ് ആണ്. എല്ലാം നല്ല പൊക്കമുള്ളവരാ, ഹൈറ്റുള്ള ആൾക്കാരാണ്. വിളിച്ചിട്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുന്ന അറിയാം നമുക്ക്. അപ്പോ നമുക്ക് ഷഫീഖ് തുടങ്ങാം. ഷഫീഖ്, നമ്പർ 3. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 3. ഓ, രജനീകാന്ത് ഭാഗ്യവാൻ. ഫസ്റ്റ് നമ്പറിൽ തന്നെ ലിസ്റ്റിലുള്ള ആളുകൾ.
தமிழ் படங்களை இங்க வரத வச்சுக்கிட்டு மீசிய பொறுக்கிக்கிட்டு லுங்கிய கட்டிக்கிட்டு தம்பியாரு ஏன் கபாலி அப்படியே சொன்ன உடனே குடிஞ்சு சொல்லது ஏச்சமா அப்படி வந்து நிப்பாரு அந்த மாதிரி கபாலி அடிச்சியாடா കബാലിടാ. മോഡുലേഷൻ കറക്റ്റ് ആയിരുന്നു, വോയിസ് കുറച്ചും കൂടി കട്ടി വേണമായിരുന്നു. കബാലിഡ അങ്ങനത്തെ ഒരു സാധനമല്ലോ അത്. പ്രത്യേകിച്ച് ഈ സീനില് രജനീകാന്ത് അത്രയും ആദ്യമായിട്ടാണ് ഞാൻ സത്യം ചെയ്യണോട്ട് മറ്റേ ഈ രജനീകാന്ത് ചെയ്യണ വന്നിട്ട് സ്വന്തമായിട്ടൊക്കെ മ്യൂസിക് ഇടും. അല്ല ആ ഡയലോഗ് പറയുമ്പോ ഇങ്ങനെ നിക്കുന്നത്, അതുകൊണ്ടാണ് പുള്ളി അത്. അല്ല സാധാരണ രജനീകാന്ത് കാണുമ്പോൾ ഭയങ്കര ബൂസ്റ്റിംഗ് ആയിരിക്കുമല്ല, പക്ഷെ നന്നായി സത്യം ചെയ്യണ പോലെ അമ്മ. ഓക്കെ, നന്നായിരുന്നു. ശ്യാം, നമ്പർ 5. Let's open number 5. ഓ, ഇവിടെ വരേണ്ട സാധനമാണ് അവിടെ കിട്ടിപ്പോയി. അന്നെ വണക്കന്നെ, എല്ലാവർക്കും വണക്കന്നെ. എന്നെ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തിയുണ്ടോ ഒന്നും നോക്കിക്കേ. ആവണക്കെന്നു മാത്രമേ പറഞ്ഞുള്ളൂ. ആദ്യത്തെ ലിസ്റ്റിലുള്ള ആളാണ് ആദ്യത്തിനെ പെർഫോം ചെയ്യാം. அண்ணே எல்லாருக்கும் வணக்கண்ணே. என்னொரு தடவை பார்த்தேன், உடம்புல கை இருக்கும் கால் இருக்கும் மூக்கு இருக்கும் மொய் இருக்கும், ஆனா உயிர் இருக்காது. அது അടുത്തത് ഇദ്ദേഹത്തിന്റെ നമ്പറാണ്. ഷഫീഖ്, നമ്പർ 18. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 18. ഭാഗ്യവാനാണ് കേട്ടോ, ഇന്ന് ഫുൾ ഭാഗ്യം ഇദ്ദേഹത്തിന്റെ കൂടെയാണ്. സൂര്യയുടെ 2 വോയിസ് ആണ് ചെയ്യുന്നത്, ഒന്ന് ലൈവ് വോയിസും പിന്നെ സിനിമയിലെ ഒരു ഡയലോഗാണ്. ഓക്കെ, ആദ്യമായി ലൈവ് വോയിസ് കേൾക്കാം. ലൈവ് വോയിസ്. எல்லாருக்கும் வணக்கங்க, நான் தான் சூர்யா பேசுறேங்க. ரொம்ப பெருமையா இருக்கு இதே மாதிரி ஒரு மேடையில கோமடி உற்சவம் இந்த மேடையில இப்படி வந்து நிற்கிறதுக்கு ரொம்ப சான்ஸ் கிடைச்சதுல ரொம்ப நன்றி. எல்லாருக்கும் வணக்கம், நன்றிங்க. அடுத்தது சினிமையில ஒரு டயலாக். ஆமா, இப்ப யார் மேல கப்ளை கொடுக்க போற? காக்கா மேலையா இல்ல கரு மேலையா? கரு மேல கப்ளை கொடுத்தனா அரெஸ்ட் பண்ண முடியாது, கரும்ப கையில பிடிக்க முடியாது. ஒன்று செய், நீ காக்கா மேல கப்ளை கொடு, பிடிச்ச 6 மாசம் உள்ள போட்டோம். சார் கேஸ் நல்லா ஸ்ட்ராங்கா போடுங்க சார், இல்லடா காக்கா பறந்துட்டு போகுது. காக்கா இப்படி இன்ஸ்பெக்டர் கேட்டாரடா, கருப்பா இருக்கிட அடையாளம் சொல்லு, நல்லா பிடிப்பாரு காக்கா. വെരി വെൽ ഡൺ കേട്ടോ. യുവർ നമ്പർ ശ്യാം. നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. ലിസ്റ്റിലുള്ള സാധനം. ഓക്കെ, ഞാൻ അദ്ദേഹത്തിന്റെ ലേലം എന്ന ചിത്രത്തിലെ ഒരു സെന്റി ഡയലോഗ്. ഓ ഓക്കെ. ഒന്നുമില്ല ചേ, വെറുതെ ഓർത്തു പോവാ. അന്ന് എൻ്റെ ഉമ്മാൻ്റെ മുഷിഞ്ഞ കാഞ്ചിയുടെ തുമ്പം പിടിച്ച് ഇവിടെ തന്നെ പുലയിലെ ഇലയുടെ മുന്നിലിരുന്ന ദിവസം അപ്പച്ചൻ്റെ വിരളി തൂങ്ങി അന്ന് ഇച്ചായനും ഉണ്ടായിരുന്നു വിളമ്പിത്തരാൻ. കൂട്ടത്തിലത്തെ ഇവനും അപ്പനമ്മയൊന്നും ഇല്ലാത്തവനാണെങ്കിലും ഇച്ചായൻ്റെ വാലയെ തൂങ്ങി നടക്കുമ്പോൾ ഒരു കൂടപ്പിറപ്പിൻ്റെ ഗമയായിരുന്നു ഇവന്, അല്ലേടാ. ഒരു ദിവസം കടത്തിനെ കിടന്നുറങ്ങി ഞാൻ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ എൻ്റെ കൈത് ഇങ്ങനെ പിടിച്ച് ഞെരിക്കുക എൻ്റെ ഉമ്മ, അപസ്മാരം കൂടിയിട്ട്. മിണ്ടാതെ പേടിച്ച് കണ്ണും പൂട്ടി കിടന്നു ഞാൻ. നേരം പുലർന്നപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കൈയൊക്കെ ഇങ്ങനെ തണുത്തും മരവിച്ച് ആരൊക്കെ ചേർന്ന് എൻ്റെ ഉമ്മാൻ്റെ മയ്യത്തെടുത്തോണ്ട് പോകുമ്പോൾ അന്ന് ഞാൻ ഒറ്റ. പിന്നെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ചായ. ഏത് നിമിഷം കയറി വന്നാലും ഇല നിറച്ച് ആഹാരം വിളമ്പി തരുന്ന ഈ വലിയ വീട്ടിലേക്കുള്ള വഴി എല്ലാം വെറുതെ ഓർത്തു പോവാ ചായ. അസലായി സൂപ്പർ. ഓക്കെ, അടുത്തത് ഷഫീഖിന്റെ നമ്പർ. നമ്പർ 24. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 24. സുനിൽ സുഗത. ഓക്കെ, ചേട്ടാ നിനക്ക് നന്മയുള്ളതുകൊണ്ടാ. അങ്ങനെ അല്ലേ, ഒരുപാട് പേര് ചെയ്യണ ക്യാരക്ടർ അല്ല, അദ്ദേഹത്തിന് പറ്റുന്ന കാര്യം അത്രേ ഉള്ളൂ, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, അപ്പൊ തന്നെ വിട്ടല്ലോ, പിടിച്ചു തൂങ്ങിയില്ല, നന്നായത്. ശ്രമിച്ചു പക്ഷേ. ഓക്കെ ശ്യാം, നമ്പർ 11. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 11. ഓ, ഇവിടെ കിട്ടേണ്ട സാധനം കമൽഹാസൻ ട്രൈ ചെയ്യാം അല്ലേ. എല്ലാവർക്കും എൻ വണക്കത്തെ சொல்றேன். ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി. പേടിക്കണ്ട, കമൽഹാസൻ ലിസ്റ്റിലുള്ള ആൾ ഇവിടെ നിൽപ്പുണ്ട്. കമൽഹാസൻ. ഓക്കെ, റെഡി. ഒന്നും ഇല്ല അമ്മണേ, കണ്ണു വേണോണ കേട്ടി கொண்டு வர கந்தில் அத்தனை தந்தையா எனக்கு வேண்ட செலவு நானே வந்திருக்கேன்.
இந்த ராகம் தொலை தாங்க முடியல, ரொம்ப தொந்தரவு பண்றா, எவ்வளோ சொன்னாலும் கேட்க மாட்றா, என் கண்ணு தோண்டி எடுத்தாங்களா அப்படின்னு ராயபுரமணி சொன்னதா எனக்கும் தெரிந்த சந்தேகம் ஒருத்தர் சொன்னார். நானே வந்திருக்கேன். என்ன 2 கண்ணோட இங்கே வெளியே விட்டுச்சுன்னு வைய, நாளில இருந்து நீ வெறும் மணி தான், வெறும் மணி. Beautiful. Okay. അപ്പോ ഇവിടെ തന്നെ നമ്പർ ഷഫീഖ്. നമ്പർ 13. Let's open number 13. ബാബു ആന്റണി. ഇവിടെ കിട്ടേണ്ട സാധനമാണ്. ബാബു ആന്റണി ശ്രമിച്ചു നോക്കുമോ? ഒരുപാട് സന്തോഷമുണ്ട് ഇതേ ഫ്ലോറിൽ വന്ന് കോമഡി ഉത്സവത്തിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഡയലോഗ് പറയാൻ പറ്റിയതിൽ. കുഴപ്പമില്ല, നല്ല അറ്റംപ്റ്റ് ആണ് അല്ലേ? റൈറ്റ്. പണത്തിന് വേണ്ടി ഞാനൊരു കുതിരയെ പോലെ പായും, മറ്റാരും എത്താത്ത അത്ര വേഗത്തിൽ ഒരു പടക്കുതിരയെ പോലെ ജീവിതകാലം മുഴുവൻ ഒരു വളർത്തുനായെ പോലെ ആരെയും സേവിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടില്ല. സോ അടുത്ത നമ്പർ താങ്കളുടെ ശ്യാം. നമ്പർ 23. Let's open number 23. സീമ ചേച്ചി. എന്റെ രാജേട്ടാ, നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLB. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, ശരിയില്ല കേട്ടോ, അവന്റെ ഒരു ശ്രമം കറക്റ്റായിരുന്നു. ശ്രമം നടത്തിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത നമ്പർ ഷഫീഖ്. നമ്പർ 20. Let's open number 20. NF വർഗീസ്. പറ്റോ? ക്ഷമിക്കാം. അടിച്ചു തരാടാ. ആണ്ടവനോ അതോ സേഡ്ജിയോ അടിച്ചതല്ല, ചവിട്ടിയതാണ്, അതും ഷൂസിട്ട കാലുകൊണ്ട്. ചെയ്തുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ. ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? ഒരു തരത്തിൽ നിങ്ങൾ നിരപരാധി. അല്ല, അതെന്ന് പറയും ഓരോരുത്തരുടെ ഗെയിജ് ഉണ്ട്, ഗെയിൻ എന്നൊക്കെ പറയും. അത് അതിനനുസരിച്ചുള്ളവർക്ക് ആ അദ്ദേഹത്തിന്റെ ശബ്ദമൊക്കെ അനുകരിക്കാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് നല്ല ഗെയിൻ ഉള്ള ആളാണ്. അതാണ് ശ്യാമിന് നല്ല ഗെയിനാണ്. അപ്പൊ അത് പൊളിച്ചോളും. അത് തകർത്തോളും. എടാ സക്കീറുസിനെ, ഇല്ലാഹിൽ വക്കച്ചിരുന്ന സീസൺഡ് പൊളിറ്റീഷ്യൻ അങ്ങ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ കാറൂട്ടി വന്നത് നിന്റെ ഈ പൂട പിരിക്കണ ഷോ കാണാനല്ല. ഇതിലും വലിയ ഷോ ഞാൻ കണ്ടിട്ടുണ്ടടാ അങ്ങ് പൂഞ്ഞാറ്റില്. നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ? ഗണ്ണ് നിന്റെ അക്കടയിൽ തിരികെ വെച്ചിരിക്കുന്ന 1.5 ചാണിന്റെ പിസ്റ്റലല്ല, നല്ല ഡബിൾ ബാരൽ ഗണ്ണ്. അത് നിന്റെ ഈ നെഞ്ചിലോട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോ എനിക്കറിയാടാ കൊച്ചനെ നിന്റെ ചോരത്തിളപ്പ്. ബ്യൂട്ടിഫുൾ കേട്ടോ. ശ്യാമിന്റെ ലാസ്റ്റ് നമ്പർ ആണ്. ശ്യാമിന്റെ നമ്പർ നമ്പർ 19. Let's open number 19. ചെയ്യാൻ പറ്റുമല്ലോ, ശ്യാമിന്റെ വോയിസിൽ അതെന്തായാലും ചെയ്യാൻ പറ്റും അല്ലേ? ഓഹോ, അടിച്ചൊടിക്കടാ അവന്റെ കാല്, എന്റെ കാലല്ലടാ അവന്റെ കാല്. ഗംഭീരായി. ലിസ്റ്റിൽ വേണേ കേറ്റാൻ പറ്റുന്ന സാധനം അല്ലേ? അല്ല, ഇദ്ദേഹത്തിന്റെ ശബ്ദലക്ഷണം കേട്ടാൽ തന്നെ അറിയാം ജനാർദ്ദനൻ അദ്ദേഹത്തിന്റെ തൊണ്ടയിൽ വഴങ്ങും എന്നുള്ളത്. കൃത്യമായിട്ട് തന്നെ അവതരിപ്പിച്ചു കേട്ടോ, നന്നായിരുന്നു. തീർച്ചയായും. ഓക്കെ, റെഡി. നമ്മുടെ എന്തായിരുന്നാലും നിങ്ങളുടെ 2 പേരുടെ 5 നമ്പർ വീതം വെച്ച് കഴിഞ്ഞു. അപ്പൊ എന്തായിരുന്നാലും മിമിക്രിയിലെ 3 പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആളാണ് പുള്ളി. നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. വരെ 2 കസേര എടുത്തിടുക. Come on. അല്ല തിരിച്ചേട്ടാ, ഇതെന്താ സംഭവം? ഇങ്ങനെയൊക്കെ ഉണ്ട്. ഹിന്ദിയിലെ ടാക്കൂർ സാബ് ഒക്കെ ഇടുന്നല്ലോ. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ തൂക്കിയിടണം. അപ്പൊ ഈ ഷർട്ടൊക്കെ തൂക്കിയിടല്ലോ. അതുപോലെ ഏതായാലും ബാക്കി താങ്കളുടെ ലിസ്റ്റിൽ ഇനി ആരൊക്കെയുള്ള? വിജയ് ആണുള്ളൂ. ഓക്കെ, അപ്പൊ ഇനി വിജയുടെ തെറി എന്ന പടത്തിലെ മലയാളം ഡയലോഗാണ്. എല്ലാരും വിജയുടെ തെറിയാണ് പറയണം അല്ലേ? അതെ അതെ. വിജയുടെ തെറി എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് കൂടി പറഞ്ഞു. വിജയുടെ തെറി എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ പ്രാർത്ഥിച്ചൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആദ്യമായിട്ട് വിജയുടെ തെറി പറഞ്ഞു 3 തവണ കുരിശ് വരച്ചു ഇവിടെ. ഇനി അങ്ങനെ ഇനി വിചാരിച്ച് ഞാൻ ബാക്കി എല്ലാവരും തെറി കേട്ടിട്ടുണ്ട്, വിജയുടെ മാത്രം തെറി കേട്ടിട്ടില്ല. അതെനിക്കൊന്ന് കേൾക്കണം, ആ ഒരു സന്തോഷമുണ്ട്. പറഞ്ഞോ. ഇപ്പൊ നോക്കി തെറി പറയേണ്ടത് അവിടെ നോക്കിയിട്ടുണ്ട്. പറഞ്ഞോ. അയ്യോ സാറേ, ഞാൻ എവിടെയൊന്നും പോയിട്ടില്ല. എൻ്റെ പേര് ജോസഫ് കുരുവിള, ഇതാണ് എൻ്റെ നാട്.
ഞാനിവിടെ ഒരു ബേക്കറി നടത്തുന്നു. ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ അത് കഴിഞ്ഞ് അപ്പച്ചൻ കുരുവിള ഇപ്പം ഞാൻ അതാ പ്രാതി തിരിച്ചു മേടിക്കാൻ വന്നു. ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അതോ നിൽക്കണോ? വിജയുടെ തെറി മനോഹരമായി. ഓക്കെ, അപ്പൊ അടുത്തേക്ക് കിടക്കാം. ശ്യാം, ഇനി ഷമ്മി തിലകനും ലാലേട്ടനും. അപ്പോ ലാലേട്ടന് തുടങ്ങാം അല്ലേ ശ്യാം? അല്ലേ? ഓക്കെ. ആകാശത്തിന് ചോട്ടിൽ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമാണ്. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ പലതും എളുപ്പമാണ്. ഒരറ്റത്ത് നിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞാൻ നിർത്തില്ല, പൊളിച്ചെടുക്കും പലതും. എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ വെറുതെ ആരും പുറത്തിറക്കണ്ട, അത് അവനവന്റെ കുഴികുത്തലായി തന്നെ മാറും. ശംഭോ മഹാദേവ. ബ്യൂട്ടിഫുൾ. ശ്യാമേ, ഒരിക്കലും നമ്മള് ശ്യാമിന്റെ തൊണ്ടയിൽ നിന്നൊരു ഇത് അനുനാസികമായിട്ടൊരു ശബ്ദമുണ്ട്. അതെ, ലാലേട്ടന്റെ ഇതിനകത്തൊരു ചെറിയ നേസറുണ്ട്. അതിപ്പോ മിമിക്രി ചെയ്യുമ്പോ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്, പക്ഷെ ആ ഒരു ഷാർപ്പ് അനുനാസിക ശബ്ദം ഇദ്ദേഹത്തിന് വരുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായ വിജയടാ, ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ മിമിക്രിയിലെ 3 പ്രബന്ധങ്ങൾ. അതെ, 3 2 പറഞ്ഞിട്ട് ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ്. 5 ലാലേട്ടൻ വരുമ്പോ ദേവാസുരത്തിലെ ഓപ്പോസിറ്റ് ഉള്ളൊരു ശബ്ദം ഉണ്ടല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും നെപ്പോളിയന്റെ ക്യാരക്ടർ അതിന് ഡബ് ചെയ്തത് ഷമ്മി ചേട്ടനാണ്. അതെ അതെ അതെ. ഷമ്മി തിലകന്റെ വോയിസ് ഏതാ ചെയ്യാൻ പോണേ? ഷമ്മി തിലകന്റെ പ്രജ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ വോയിസാണ്. ഓക്കെ. ഏയ് സഗീർ ഭായ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാം. എന്നെ വെടിയൂക്കാൻ ഹാജി മുസ്തഫയുടെ ജീവൻ എടുക്കാൻ അരുണും ഞാനും ഡിഡിയും റെഡ്ഡി ബ്രദേഴ്സും ചേർന്ന് നെറുകേടിന്റെ ഒരു ലീഗ് ഉണ്ടാക്കിയത് പിന്നെ താഴത്ത് നിൽക്കാനുള്ള കൈ കരുതുന്നുണ്ടാവില്ല സക്കീർ അലി ഹുസൈന്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുത്തിക്കാൻ പറ്റില്ല സക്കീർ ഭായ്. നിങ്ങൾക്ക് പറ്റോ? കൂട്ടി കൊടുക്കാൻ പറ്റോ സക്കീർ ഭായിക്ക്? കൂടെ നിൽക്കുന്നവന്റെ കൂതുകാല് കുത്താൻ പറ്റോ സക്കീർ ഭായിക്ക്? പറ്റില്ല ഭായ്, ബട്ട് അയക്കാൻ കൂട്ടി കൊടുക്കാം, കൂതുകാല് കുത്താം, അങ്ങനെ എന്തും. സൂപ്പർ സൂപ്പർ. അപ്പൊ നമുക്ക് പോവാം. രണ്ടുപേരെയും അങ്ങോട്ട് കൊണ്ടുപോവാ. സെറ്റ് ഗോ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com. അടുത്തത് സ്റ്റാൻഡപ്പ് കോമഡി. ക്യാരക്ടേഴ്സ് ആയിട്ട് ഇവിടെ ഒരാൾ വരുന്നു, അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് ആയിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം വിനയൻ ചേങ്കര. ആരാ നിങ്ങൾ? എവിടോട്ട് കയറി പോയത്? ഞാൻ ഇല്ല, ചോറ്റാനിക്കര അമ്പലത്തിലെ എഴുന്നള്ളത്തിന് കണ്ണും പൂട്ടി കൊട്ടി വന്നതാ. റൂട്ട് മാറിപ്പോയല്ലോ. റൂട്ട് മാറിപ്പോയി. അമ്പലം? ആ, അല്ല ഇതേതാ അമ്പലം? ഇത് അമ്പലം അല്ലെന്ന്, ഇത് ഫ്ലവേഴ്സ് TV. ഇതാണോ ഇവിടുത്തെ പ്രതിഷ്ഠ? ഞാൻ പോവാ, എനിക്ക് മറ്റേ ചോറ്റാനിക്കര ഹലോ, വന്നതല്ലേ വന്നതല്ലേ, എന്താ ഒന്ന് പെരുപ്പിച്ചിട്ട് പോ. പെരുപ്പിക്കാനോ? ഒന്ന് പെരുപ്പിച്ചിട്ട് പോയാ മതി. പെരുപ്പിക്ക്. അയ്യേ, അല്ല പേടിപ്പിക്കാനല്ല, പെരുപ്പിക്കാനാണോ? ചെണ്ടയിലൊന്ന് പെരുപ്പിക്കാൻ. ചെണ്ട പെരുപ്പിക്കാനാണോ? നേരത്തെ അങ്ങ് പറഞ്ഞാ പോരായിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചു. ഓ, പ്രാർത്ഥിച്ചു. കൈ അങ്ങ് വരുത്തു. ചെണ്ടക്കൊള്ളിടെ കയറിയതാ. അല്ല, ഞാൻ ഡൗട്ട് വെച്ചിട്ട് നിങ്ങളെന്താ ഈ കണ്ണാടി വെച്ച് ചെണ്ട കൊട്ടണേ? ഇതെന്താ സ്റ്റൈലാണോ? സ്റ്റൈലൊന്നും അല്ല, ആവേശം മൂത്ത് ചെണ്ട കൊട്ടുമ്പം കോല് വന്ന് തിരിച്ച് കണ്ണിലടിക്കാൻ വെച്ചേക്കുന്ന അതിനാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടിയും കൂടി കിട്ടാതിരിക്കാൻ ഹെൽമെറ്റ് വാങ്ങിച്ചു വെച്ചൂടെ? അടുത്ത പ്രാവശ്യം നോക്കാം കേട്ടോ. എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. മനസ്സിലായില്ല. പേര് കേട്ടാ ചിലപ്പോ അറിയായിരിക്കും. എനിക്ക് അങ്ങനെ പരിചയമില്ല, അതുകൊണ്ടാണ്. ചിലപ്പോ പേര് കേട്ടാൽ അറിയാൻ പറ്റും. പത്മഭൂഷൺ വിനയചന്ദ്രൻ മാഷ്. പത്മഭൂഷണാണോ? ആ. അയ്യോ, എനിക്ക് സത്യമായിട്ട് മനസ്സിലാവാത്തോണ്ടാണ് കേട്ടോ. പത്മഭൂഷൺ രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ കിട്ടിയ ആളാണ്. തിരിച്ചേട്ടൻ അറിയോ ആളിനെ? എവിടുന്ന? രാഷ്ട്രപതിയുടെ നിങ്ങൾ? രാഷ്ട്രപതിയുടെ ഒന്നും അല്ല, പിന്നെ ഞങ്ങളുടെ നാട്ടുകാരുടെ ഓണർ ചെയ്യും. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ പത്മയുടെ കൂടെ ഞാൻ ഇടയ്ക്ക് ഫ്യൂഷൻ ചെയ്യാം. ഈ പത്മയുടെ കൂടെ ഫ്യൂഷൻ ചെയ്യുന്നത് പതിവായപ്പം നാട്ടുകാരെനിക്കിട്ട പേരാ പത്മഭൂഷൺ. പക്ഷെ ഞാൻ ഇപ്പൊ ആ ഫ്യൂഷൻ അങ്ങ് നിർത്തി. ഇനിയും പോയാ എനിക്ക് പത്മവിഭൂഷൺ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നാദം ഉണ്ടോ? ഈ ചെണ്ടയ്ക്കൊരു ഒരു നാദം കുറവുണ്ട്. മുറുക്കിയില്ലേ? പൈസ ഉണ്ടായിരുന്ന ഞാനൊന്ന് മുറുക്കിയേനെ, പിന്നെ ആ ചെണ്ട. അപ്പൊ ഈ ചെണ്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ഇതെന്റെ മുതുമുത്തശ്ശന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെണ്ടയാ. എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പണ്ട് ഈ രാജഭരണ കാലത്ത് രാജാവിന്റെ ഒക്കെ മുമ്പിൽ കൊട്ടാരത്തിൽ കൊട്ടാൻ പോവായിരുന്നു. അങ്ങനെ രാജാവിന്റെ പടക്കം മേടിച്ചിട്ടുള്ള ആളാ.
പടക്കമല്ല, പതക്കം. അത് പതക്കം, ഇത് പടക്കം. പടക്കം രാജാവിന്റെ മുമ്പിൽ ചെന്ന് അവതാളം വായിച്ച് ഞെളിഞ്ഞു നിന്ന് രാജാവ് അന്തരം തന്നെ കൈയുടെ വെള്ള പടക്കം വെച്ച് അങ്ങ് പൊട്ടിച്ചു. തള്ളവരലൊക്കെ നിലത്ത് കിടന്ന് മണ്ണ് തിന്നുമായിരുന്നു. പിന്നെ കുടുംബത്തോടെ ഇങ്ങനെയാണല്ലേ? അച്ഛന്റെ അച്ഛൻ ഒന്നും പറയണ്ട, അന്യായ മേളവാ. അത് അത്ര അങ്ങോട്ട് ലയിച്ചു പോയിട്ടായിരിക്കും. അവസാനം ഉണ്ടല്ലോ, മുത്തശ്ശിക്ക് സഖി കേട്ട് മേളം മസാല അരിച്ച് അണ്ണാക്കിലും കണ്ണിലും എല്ലാം തേച്ച് പിടിച്ചു കെട്ടി കടല ഇടണം. അങ്ങോട്ടേ നോക്കാം, ഉണക്കക്കുറിച്ച് വറക്കാനിട്ടേക്കുന്ന പോലെ അവിടെ കിടപ്പുണ്ട്. മൊത്തത്തിലൊരു കലാകുടുംബമാണ്. കലാകുടുംബം മനസ്സിലായി. ഇനി കുട്ടികളും വല്ലതും ഉണ്ടോ? കുട്ടികളുണ്ട്, രണ്ട് പെൺമക്കളാ. ആണോ? ശരി. മൂത്തവള് ഗാനഭൂഷണം. ഓ അത് ശരി. അപ്പൊ ഇളയവള്? അവള് മാലഭൂഷണം ഒക്കെ ആയിട്ട് നടക്കും. പക്ഷേ ഉണ്ടല്ലോ, എന്റെ പെണ്ണുമ്പിള്ള ആയതുകൊണ്ട് പറയുമല്ല, നല്ല അസലായിട്ട് പാടും. അത് ശരി, അസലായിട്ട് പാടും. ഗാനമേളക്കൊക്കെ പാടുന്ന ആളായിരിക്കും. പാട്ടിന് പോയേക്കുവാ. ആണല്ലേ? ഓ ശരി. ഗാനമേളക്ക് ഗാനമേളക്കല്ല, പിന്നെ അപ്പുറത്ത് പണിക്ക് വന്നിട്ട് ബംഗാളി ചെറുക്കൻ്റെ കൂടെ ഇറങ്ങി പാട്ടിനങ്ങ് പോയി. പിന്നെ ഈ മുണ്ട് കാരണം അങ്ങോട്ട് നടക്കാൻ. അല്ല, അത് ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്തോ ഈ എപ്പോഴും ചെണ്ട കൊട്ടുന്ന ആൾക്കാരെ എപ്പോഴും ഈ രണ്ട് മുണ്ടെന്തിനാ? രണ്ട് മുണ്ട് അതാ അത്രയ്ക്ക് അങ്ങ് അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ഒന്നാം മുണ്ട് തേണ്ടി ഇതുപോലെ കീറിയതാണെങ്കിൽ രണ്ടാം മുണ്ട് അത്യാവശ്യം. നിങ്ങൾ എന്താണ്? പിന്നെ ഞാൻ ഈ സിനിമാ താരങ്ങളെയൊക്കെ മേളം പഠിപ്പിച്ചിട്ടുണ്ട്. ആണോ? പിന്നെ ഏത് സിനിമാ താരത്തിനാണ് നിങ്ങൾ മേളം പഠിപ്പിച്ചിട്ടുള്ളത്? ജയറാമിനെ മേളം പഠിപ്പിച്ചത് ആരാ? ജയറാമിനെ മേളം പഠിപ്പിച്ചത് നിങ്ങളോ? മട്ടന്നൂരാണ്. ആണോ? ആ അല്ലല്ല. അങ്ങനെയാണെങ്കിൽ ഒടുവിലുണ്ണി കൃഷ്ണനെ ഉടുക്കോട്ടാൻ പഠിപ്പിച്ച ആരാ? പിന്നെ ഒടുവിലുള്ള കൃഷ്ണനെ ഉടുക്ക് പഠിക്കാൻ പഠിച്ച നിങ്ങളോ? അതൊക്കെ വേറെ വലിയ ആൾക്കാരാണ്. അത് നിങ്ങൾക്ക് അറിയാല്ലേ? പിന്നെ അപ്പൊ എനിക്കെന്താ ഒരു ആഗ്രഹമുണ്ട്, ഒരാളെ ഒന്ന് പഠിപ്പിക്കണം, ഒരു സിനിമാ താരത്തെ. ആരെയാ? അങ്ങനെ ഇപ്പൊ നമുക്കിവിടെ അവിടെ രണ്ടുപേരുണ്ട്. അവരാരെങ്കിലും മതിയോ? ഒരാളെ മതി. തിരിച്ചേട്ടനെ പഠിപ്പിക്കണം. ചെണ്ട പഠിപ്പിക്കണം. ഒന്ന് ഇങ്ങോട്ടൊന്ന് വരാമോ? അല്ല, ഇവനും കൂടെ പോരട്ടെ. വന്നോട്ടെ. പേര് വരും ഉറപ്പ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് മേടിക്കാം. എന്നാ രണ്ടുപേരും കൂടെ ഒന്ന് വരാമോ? ഈ ഗുരുമുഖത്ത് നിന്നാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ? ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞു തരത്തുള്ളൂ. മതി മതി മതി. അപ്പൊ കേട്ടോണം, എളുപ്പം പഠിക്കാനായിട്ട് എളുപ്പമുള്ള കാര്യമാണ്. വിചാരണം കൂടി പഠിച്ചോട്ടോ. കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ എളുപ്പം പഠിക്കാൻ. കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ. കേട്ടോണം. കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ, കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ, കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ, കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ, കൊള്ളാം, നന്നായിരുന്നു. ആരുടെ കുഞ്ഞമ്മ? അതിപ്പോ കുഞ്ഞമ്മയ്ക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾ 3 പേരിൽ 6 കുഞ്ഞമ്മയാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, എനിക്ക് ചോറ്റാനിക്കരെ ഘോഷയാത്രയ്ക്ക് മുമ്പ് അങ്ങോട്ട് പോകേണ്ടതാ കോട്ടാനായിട്ട്. അപ്പൊ ഞാനങ്ങ് പോവാ കേട്ടോ. അപ്പൊ അത് കൊട്ടിക്കൊണ്ടു പോവാ, നമുക്ക് കുഞ്ഞമ്മയുടെ പാടിക്കൊണ്ട് പോവാ. അപ്പൊ ആയിക്കോട്ടെ. ആരുടെയെങ്കിലും കുഞ്ഞമ്മയെ പറ്റി പാടിക്കൊണ്ട് പോ. കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ, 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 കുഞ്ഞമ്മയുടെ ജിമിക്കും കമ്മലും ദേ. ഓക്കേ, വിനയൻ. ഇത് വിനയൻ ചെങ്ങറ. പത്തനംതിട്ട ജില്ലയിൽ നിന്നും കലാവേദികളിലെത്തി പ്രതിഭ തെളിയിച്ച അതുല്യ കലാകാരൻ. ഒരപകടത്തിൽപ്പെട്ട് 3 മാസത്തെ വിശ്രമത്തിനായി വീട്ടിൽ തങ്ങുന്ന വിനയൻ ചെങ്ങറ 10 വർഷമായി മിമിക്രി രംഗത്ത് സജീവ സാന്നിധ്യമാണ്. നർമ്മത്തിന്റെ പുത്തൻ വേഷപ്പകർച്ചകളിലൂടെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഈ കലാകാരന് പ്രോത്സാഹനങ്ങളുമായി കൂടെയുള്ളത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണ്. അനുകരണ വേദികളിലേക്ക് ഊർജ്ജസ്വലതയോടെ വീണ്ടും തിരികെ എത്തുവാൻ വിനയൻ ചെങ്ങറയ്ക്ക് കഴിയട്ടെ എന്ന് കോമഡി ഉത്സവത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രേക്ഷകരും നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിനയന്റെ ആക്ട് ഇഷ്ടമായോ? തിരിച്ചേട്ടാ? അല്ല, കുറെ കാലമായിട്ടുള്ള സംശയമായിരുന്നു ഈ മേൽമുണ്ട് ധരിക്കുന്നത് എന്തിനാണെന്ന്. പല സ്ഥലത്തും എനിക്കത് മാറ്റി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ കാണിച്ചു തന്നു, അതിൽ സന്തോഷമായി. ഇപ്പോഴാണ് മനസ്സിലായത് എന്തിനു വേണ്ടി കൊടുക്കുന്നത്. ഈ മുണ്ട് മാറ്റി നോക്കണത് ഇഷ്ടമാണ്. അപ്പൊ അടുത്തത് പറയും. അവന് സന്തോഷമായിട്ട് കണ്ടിട്ട് ഭയങ്കര വിനയൻ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ നേരത്തെ കുറെ പ്രോഗ്രാം വിനയനെ കണ്ടിട്ടുണ്ട്. നല്ല ആർട്ടിസ്റ്റാണ്, നന്നായിട്ട് ഹ്യൂമറൊക്കെ ചെയ്യാൻ പറ്റിയ ആളാണ്. അതുപോലെ തന്നെ ആ രൂപത്തിനനുസരിച്ചുള്ള ഹ്യൂമർ നന്നായിട്ട് ചെയ്യും. അപ്പോ വിനയ, നല്ല എല്ലാരും പറഞ്ഞേക്കുന്നത് കേട്ടല്ലോ. നമുക്ക് ഇനിയും ഈ വേദിയിൽ വിനയനെ വേണം. മറ്റൊരു കഥാപാത്രമായി
മറ്റൊരു സ്റ്റാൻഡപ്പ് ആക്ടുമായിട്ട് യു ഷുഡ് കം ബാക്ക്. അപ്പൊ എല്ലാവരും അടുത്ത പ്രാവശ്യം വരുമ്പോ വേറെ ഏതെങ്കിലും കുഞ്ഞമ്മേനെ കൊണ്ടുവരണം. ഓക്കെ. കുഞ്ഞമ്മ സ്വന്തമായിട്ട് കൊണ്ടുവരണം, ഞങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പൊ എന്നാ എല്ലാവരും ചേർന്ന് കുഞ്ഞമ്മയുടെ ജിമ്മിക്ക് കമ്മൽ. താങ്ക് യു വിനയൻ. പ്ലീസ് എവരിബഡി പ്ലീസ് ഗോ. ഈസ്റ്റി കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ matrimony.com വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി വീഡിയോ പ്രൊഫൈൽ. ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങളെ അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു മഹത് സ്ഥാപനം കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ. ജോർജ് പടലത്ത് അച്ഛന്റെ നേതൃത്വത്തിലുള്ള ഈ സ്കൂളിന്റെ വിദ്യാർത്ഥികളിൽ ഏറ്റവും സമർത്ഥരായ 2 പ്രതിഭാശാലികൾ കോതമംഗലം സ്വദേശികളായ ജൂണോ ജോസഫും മനുമോനും. ഡൗൺ സിൻഡ്രോം എന്ന രോഗാവസ്ഥയിൽ തളർന്നു പോകാതെ കലയുടെ കരുത്തും ആത്മവിശ്വാസവും കൊണ്ട് ജീവിതത്തെ സധൈര്യം നേരിടുന്നു ഈ കലാകാരന്മാർ. സ്കൂളിലെ ചിട്ടയായ പ്രവർത്തന രീതിയും അധ്യാപകരുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സാന്നിധ്യങ്ങളും ഈ പ്രതിഭകളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. ശബ്ദാനുകരണത്തിലും ഗാനാലാപനത്തിലും അസാമാന്യ കഴിവുകൾ കാട്ടുന്ന ജൂണോ ജോസഫും മനുമോനും ഇന്ന് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുന്നു. ചിരിയുടെ പ്രതിഭാസംഗമങ്ങളുടെ ഈ വിസ്മയ രാവിലേക്ക് ജൂണോ ജോസഫിനെയും മനുമോനെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ജിനോനെ സ്വാഗതം ചെയ്യുന്നു സ്റ്റേജിലേക്ക്. വിത്ത് മ്യൂസിക് എല്ലാവരും come on. തറക്ക് ഒരാളെ ഇമിറ്റേറ്റ് ചെയ്താണല്ലോ ജൂനോ ഇവിടെ വന്നത്. ജൂനോ സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന ആളാണ്. ഇവിടെ എത്തിയതിന്റെ കഥ നമുക്ക് എന്തായിരുന്നാലും പറയാനുണ്ട്. ടിൻചേട്ടാ പ്ലീസ്. ടിൻചേട്ടാ, ജൂനോനെ കണ്ടെത്തിയത് ടിൻചേട്ടനാണ്. ഞാൻ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേക്ക് റോട്ടറി ക്ലബിന്റെ എന്റെ ഒരു സുഹൃത്ത്, എന്റെ കോളേജിന്റെ എന്റെ സീനിയർ ആയിരുന്നു, മിസ്റ്റർ സതീഷ് എന്നാണ്, രാജീവ് രവി, അവരൊക്കെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്നെ ഇങ്ങനെ വിളിച്ചിങ്ങനെ വന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് വന്നപ്പോ ജൂണോ മാത്രം ഇടയിൽ നിന്ന് വന്നിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. ഞാൻ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം കൃത്യമായിട്ട് വീക്ഷിച്ച് അത്രയും ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് ഈ ടെലിവിഷനും ബിഗ് സ്ക്രീനും. അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും പറയൂലേ സുരേഷ് ചേട്ടൻ നമ്മുടെ ഒരു ഇതാണല്ലോ, അപ്പൊ അതുകൊണ്ട് സ്പെഷ്യലിസ്റ്റ് ഓഫ് സുരേഷ്. അതെ. അപ്പൊ ഞാനത് ചെയ്ത ഉടനെ തന്നെ പുള്ളി വേറൊരു സംഭവം ചെയ്തു. ഞാൻ ഞെട്ടിപ്പോയിട്ട് അത് അവതരിപ്പിച്ച ഉടനെ എന്നേക്കാൾ ഇരട്ടി ഐഡിയായി ഓഡിയൻസിന്റെ ഇടയിൽ. കാരണം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് അവതരിപ്പിച്ചത്. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റാർസിന് ഇദ്ദേഹം അനുകരിക്കും ജൂണോ. അപ്പൊ എന്നാ മിമിക്രി കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ജൂണോ അവതരിപ്പിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അത് അദ്ദേഹത്തിന്റെ ശരീരത്ത് മാനറിസും കൂടി കൊണ്ടുവരുന്നുണ്ട്. ശബ്ദം മാത്രമല്ല, നമ്മുടെ ഇവിടെ വരുന്ന പല താരങ്ങളും ശബ്ദം മാത്രമാണ്, പക്ഷെ അദ്ദേഹം ശരീരവും ശാരീരികവുമായിട്ട് എത്തും എന്നുള്ളതാണ്. തീർച്ചയായും ജൂനോയുടെ കൂടെ ഇവിടെ ഇപ്പൊ വന്നിട്ടുള്ളത് സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിലെ ആൾക്കാരെത്തിയിട്ടുണ്ട്. ടീച്ചറിന്റെ പേര് സെലീന എന്നാണ്. അവിടെ കൂടെ ഇരിക്കുന്ന ഇദ്ദേഹമല്ലേ പാട്ടുകാരൻ നമ്മുടെ മനുവിനെ എല്ലാവരും സ്വാഗതം ചെയ്തേ. സാറിന്റെ പേര്? കോതമംഗലം സാന്ത്വനം സ്പെഷ്യൽ സ്കൂളിന്റെ സെക്രട്ടറിയാണ് മാത്യു വർഗീസ്. പ്രൗഡ് ടു ഹാവ് യു ഹിയർ സർ, പ്രിവിലേജ് ടു ഹാവ് യു ഹിയർ. ഏതായാലും ജൂനോന് ഡൗൺ സിൻഡ്രോം ആണ് അല്ലേ? ജൂനോന് ഡൗൺ സിൻഡ്രോം ആണ്. ബട്ട് നിങ്ങളുടെ അവിടുത്തെ സ്പെഷ്യൽ കെയർ കാരണം ശരിക്കും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ല, എനിക്കും പ്രേക്ഷകരോട് പറയാൻ ഉള്ളൊരു കാര്യം തന്നെയാണ്. അതായത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്താതെ അവർക്ക് ഇതുപോലെ അവസരം, പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ചാനൽ ഇങ്ങനെ അവസരം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വേദി അവരെ സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കുക, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. അങ്ങനെയല്ലേ വേണ്ടത്. പിന്നെ നമ്മുടെ ഓഡിയൻസിന് എന്തോ പ്രത്യേകതയുണ്ട്. അതാണ് ഓഡിയൻസിന്റെ വളരെ കോയിൻസിഡൻഷ്യലാണ്. ഈ ഒരു ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളാണ് ഇവിടെ വരുന്നതെന്ന് അറിയില്ലായിരുന്നു. തീർച്ചയായും നിർമ്മല സദൻ സ്കൂൾ, കോളേജ് എന്ന് പറയുന്നത് അത് അവിടെ സ്പെഷ്യൽ നീഡ്സ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നവരാണ്. സോ നിങ്ങളെല്ലാവരും പഠിച്ച് ഇറങ്ങി പഠിപ്പിക്കാൻ പോകുന്നത് ഇതേപോലെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള ഒരുപാട് ആൾക്കാർ. ഞാൻ ഈ അടുത്ത് എടപ്പാളിൽ ഇതുപോലെ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഞാൻ ടീച്ചേഴ്സ് ഒരു 15 പേരാണ്. അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ജീവിതം അതിനുവേണ്ടി മാറ്റിവെക്കാനുള്ള മനസ്സ്, ഇതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. നിങ്ങളത് തീരുമാനം എടുത്തതിൽ നമ്മുടെ ഭാഗത്തു നിന്നാണ് കേട്ടോ. മനുവിനെ പാട്ട് പാടാൻ വിളിക്കട്ടോ. റെഡിയല്ലേ മനുമോനെ? അപ്പൊ ആദ്യം നമുക്ക് ജൂനോയുടെ പെർഫോമൻസ് കണ്ടിട്ട് പോവാം. ഓക്കെ,
ഓക്കെ ജൂണോ, ഞാൻ അവിടെ പോയിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ തകർത്തേക്കണം. ഓക്കെ, അടിച്ചു പൊളിക്കാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ ഈ കൊച്ചു മിമിക്രിയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇവിടെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടി. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പറയുന്ന ഇന്നത്തെ സർക്കാരിനേറ്റ വലിയ തിരിച്ചടിയാണ് ഭാവനയ്ക്കുണ്ടായ അവമാനം. എനിക്ക് ആഭ്യന്തരമായി ചരിച്ചുണ്ട്. പിന്നെ സംസാരിക്കും. അടുത്തായിട്ട് VS അച്യുതാനന്ദൻ. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന എൻ്റെ സർക്കാരിന് യുവനടിക്ക് നേരെ ഉണ്ടായ ആക്രമണം കനത്ത ആഘാതം നൽകി വളരെ വ്യക്തവും ശക്തവുമായ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് സുരേഷ് ഗോപി. ചേട്ടാ പോയി. കുട്ടനാണം പുഞ്ചയിൽ കൊച്ചു പെണ്ണ കൂയിലാണ് കൊട്ടു വേണം കൂര വേണം പോയി വന്നു. ഈ ബിജേട്ടൻ പറഞ്ഞത് ഈ മമ്മൂടി സാറിനോണ്ട് ഒരിക്കലും പിള്ളേരൊരു പെരിട്ടിടെ കരിവണ്ടെന്ന് സത്യം മാഷിനെ കാണണോട്ടാ. ബിജുക്കുട്ടൻ ചെയ്യുന്ന സംഭവമാണ്, കണ്ടുപിടിച്ചോ. അമ്മേ, ഞാനങ്ങ് ഒരു തെറ്റ് ചെയ്തമ്മേ. അമ്മ അറിയാതെ ഞാൻ എൻ്റെ പെണ്ണിനെ കേടമ്മേ. സ്വർഗായികേ ഇതിലേ സ്വർഗലൂലുവേ ഇതിലേ അടുത്തായിട്ട് കലാഭവമണി. എല്ലാവർക്കും മനസ്സിലായില്ലേ? കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടെന്ന്. കണ്ണിമങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പുന്നാരെ, മാമ്പഴമാകട്ടെന്ന്. കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും ഓർത്തിയിടണേ എൻ്റെ പുന്നാരെ, എന്നെയും ഓർത്തിയിടണേ. കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും ഓർത്തിയിടണേ.
പ്രായത്തിൽ നീ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എന്റെ മുന്നാരെ മാമ്പഴമാകട്ടെന്ന് ചക്കട ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയില്ല കവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം കണ്ടടി ഞാനൊരു മിന്നായം ചാട്ടുള്ളി മുന്ന തുളതുളയ്ക്കണം മൂർച്ചയുള്ളൊരു നോട്ടമ മൂർച്ചയുള്ളൊരു നോട്ടമ കാലിറേറ് വൈററി ഇടികുടുങ്ങണ നെഞ്ചിലടി ഇടികുടുങ്ങണ നെഞ്ചിലടി തകില് കൊട്ടണ ചുവട് വെക്കുമ്പോ താളം പൊണ്ണൊരു പോക്കടി താളം പൊണ്ണൊരു പോക്കടി കാവടിക്കിട നാടൻ ഒരു കാലിളകിയ ചേലില് കാലിളകിയ ചേലില് തകില് കൊട്ടണ ചുവട് വെക്കുമ്പോ താളം പൊണ്ണൊരു പോക്കടി താളം പൊണ്ണൊരു പോക്കടി കാവടിക്കിട നാടൻ ഒരു കാലിളകിയ ചേലില് കാലിളകിയ ചേലില് ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ഈ കാരി പെണ്ണിനെ കണ്ടേ ഞാൻ മീനെ പെണ്ണിനെ കൊണ്ടേ നീയുള്ള മീനാണേ മീന് കണ്ട ഞറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ മീന് കണ്ട ഞറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മോടി ഞാൻ നേരം പോയി മീനു ചിഞ്ഞി കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനു ചിഞ്ഞി കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനത്തുള്ള നീകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കാരി മീറ്റ മീനേ പെണ്ണിനെ കൊണ്ടേ നീയുള്ള മീനാണേ പെണ്ണൂച്ചിരിക്കണ കണ്ണന്റെ കച്ചടം പോയില്ല കാശ് പോയി പെണ്ണൂച്ചിരിക്കണ കണ്ണന്റെ കച്ചടം പോയില്ല കാശ് പോയി ചന്ദനാ ചോപ്പുള്ള പെണ്ണു ചതിക്കണ കഴിയുന്നേരാണേ ചന്ദനാ ചോപ്പുള്ള പെണ്ണു ചതിക്കണ കഴിയുന്നേരാണേ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള നീകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലിക്കാരി വീട്ട മീനേ പെണ്ണിനെ കൊണ്ടേ നീയുള്ള പിടയ്ക്കണ മീനാണേ അങ്ങനെ പാടേണം ഇടിക്കുന്ന പാടി കുടിക്കണം പാടണം പാടേണം ഇടിക്കുന്ന പാടി കുടിക്കണം കേൾക്കണം കേൾക്കണം എന്റെ കഥ നീ എന്ന് കേട്ടിടണം ചിരിക്കാൻ ആശയുള്ള പെണ്ണെന്ന് കേട്ടിടണം അരണം പാടേണം ഇടിക്കുന്ന പാടി കുളിക്കണം അരണം പാടേണം ഇടിക്കുന്ന പാടി കുളിക്കണം കേൾക്കണം കേൾക്കണം എന്റെ കഥ നീ എന്ന് കേട്ടിടണം ഇവിടെ ജീവിക്കാൻ ആശയുള്ള പെണ്ണെന്ന് കേട്ടിടണം. എന്റെ അഭിമാനം കാത്തു മക്കളെ. പുള്ളി സംസാരിച്ചപ്പോ കുറച്ച് ഡിലേ വന്നില്ലേ, അപ്പൊ ഞാൻ ഒത്തിരി സങ്കടം തോന്നി. പക്ഷെ അത് പാട്ടിൽ വന്നപ്പോ എന്ത് ഫ്ലോ ആയിട്ട് പാടിയത്, ഒരക്ഷരത്തിന് ഡിലേ വന്നില്ല അല്ലേ? താളം, ശ്രുതി, അയ്യോ കറക്റ്റ്. അല്ല മണിച്ചേട്ടന്റെ പാട്ടെന്ന് വെച്ചാൽ സാധാരണ പാട്ടല്ല, ഭയങ്കര റേഞ്ചിൽ പാടുന്ന പാട്ടുകളാണ്. അതും മനോഹരമായിട്ട് പാടി. അത് ബിജുക്കുട്ടൻ പോലും റെക്കോർഡ് ചെയ്തിട്ടാണ് സ്റ്റേജിൽ പാടുന്നത്. അത് മാത്രം ഒരു പേപ്പർ വേണ്ടേ ഈ വരികൾ ഇത്രയും കാണാതെ പഠിച്ച് പറയാന്ന് പറഞ്ഞാല്. മനു ആൻഡ് ജൂണോ തകർത്ത് പൊളിച്ചു കളഞ്ഞു. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഈ ഡയലോഗ് എടുത്തി തന്ന എൻ്റെ ടീച്ചർമാരോടും സാർമാരോടും ഒത്തിരി നന്ദിയുണ്ട്. അവരുടെ ഈ നേതൃത്വത്തിലാണ് ഈ ഞാനിവിടെ ഈ മിമിക്രി അവതരിപ്പിക്കാൻ വേണ്ടി വന്നത്. മനുവിന് നമ്മൾ അല്ലേ മനു അസല് സിംഗറാണ് അല്ലെ? മനു ഒന്ന് രണ്ടു ഇവിടെ വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല പാട്ട് പാടാനൊക്കെ സാധിച്ചു. ടിനിച്ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. ടീച്ചർ സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ കോതമംഗലത്താണ് അല്ലേ? അതെ. അവിടെ ഇപ്പൊ എല്ലാ പ്രായത്തിലുമുള്ള കുട്ടികൾ അവിടെ ഉണ്ടോ, അതോ എങ്ങനെയാണ് അതിന്റെ? 3 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഇവരുടെ ഒരു പാട്ടുണ്ട് ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ? ഓണവില്ലിൻ തമ്പുരുവേട്ട്. ഓണവില്ലിൻ പാട്ട് മനു, ഇത് മനു ഏറ്റെടുക്കണം കേട്ടാ. ജൂനോ കൂടെ പാടും. ഏറ്റെടുത്തില്ലേ? ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാ
പൂക്കണി വിടരും വീടാണീ വീട്. കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലിവിടെ മതിലില്ലിവിടെ ഒന്നാണെല്ലാരും. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. മൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ. കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരി പെൺകനവ്. മൂവന്തി പൊന്നും മിന്നും ചൂടി വരുന്നു താരകൾ. കോലമിടുന്നു പൊൻവളയിട്ടൊരു പുലരി പെൺകനവ്. കണ്ണുകൾക്കു പൊൻകണി കാതുകൾക്കു തേൻമൊഴി. വെണ്ണിലാവ് നൽകിയതാണീ സമ്മാനം. ഓ ചന്ദ്രലേഖ പൂത്തുലഞ്ഞൊരു പൊൻവീട്. ഓണവില്ലിൻ തമ്പുരു വീട്ടും വീടാണീ വീട്. എന്നും എന്നും പൂക്കണി വിടരും വീടാണീ വീട്. നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടുള്ളതിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തി നിൽക്കുന്നത്. അത് മനുവും ജൂനവും മാത്രമല്ല, അവരെ പഠിപ്പിക്കാനായി ജീവിതം മാറ്റിവെക്കാൻ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, ഇവിടെ നിൽക്കുന്ന ടീച്ചറും അവിടെ ഇരിക്കുന്ന സാറും, എന്തിന് ഇവരെ കണ്ടെത്തി നമ്മളോട് എത്തിച്ച ടിനിച്ചേട്ടനും ഒക്കെ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് മനുവിന്റെ വീട്ടിൽ 4 കുട്ടികളാണ്. ഇവന്റെ പപ്പ ഇറച്ചി വെട്ടുന്ന തൊഴിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവനെ കലാഗ്രഹത്തിൽ വിട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം പൈസ ഇല്ല എന്നും പറഞ്ഞ് അത് നിർത്തി വെച്ചിരിക്കുവാണ്. ഇവന് പാട്ട് പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം, യാതൊരു സംശയവും. ചേട്ടന്റെ സിനിമയില് ഞാൻ അഭിനയിച്ച സിനിമയിലല്ലേ? ഏത് സിനിമ? പോത്തൻപാവ. നേരാണ് എല്ലാം നേരാണ്, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണ്. നേരാണ് എല്ലാം നേരാണ്, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണ്. നേരാണ് എല്ലാം നേരാണ്, കള്ളം ചേരുമ്പോൾ അയ്യോ നോവാണ്. കോമഡി ഉത്സവത്തിന്റെ ഈ വേദി ഒരുപക്ഷെ പുറത്തു വരാത്ത ഒരുപാട് കലാകാരന്മാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ ഈ വേദി നിങ്ങൾക്കുള്ളതാണ്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള അവസരങ്ങൾ ഇനിയും വീണ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് സർ. ബിഗ് താങ്ക്സ് സർ. ഒന്ന് സ്റ്റേജിൽ കയറി വന്നിട്ട് പോകണം. സാന്ത്വനം സ്പെഷ്യൽ നീഡ്സ് സ്കൂളിന്റെ സെക്രട്ടറിയാണ് അദ്ദേഹം. നമുക്ക് അറിയാലോ, നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള മനു, അതുപോലെ തന്നെ ഡൗൺ സിൻഡ്രോം ഉള്ള നമ്മുടെ ജൂനോയും നമ്മളോടൊപ്പം ഇന്നുണ്ട്. കോമഡി ഉത്സവത്തിന്റെ പേരിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഒന്ന് അറിയിക്കൂ പ്ലീസ്. കമോൺ, പുടി ഹാൻഡ്സ് ടുഗദർ. താങ്ക് യു. പ്ലീസ് തിരിച്ചേട്ടാ, എവരെയും കൊണ്ടുവേണ്ട ചുമതല തിരിച്ചേട്ടാണ്. കൊണ്ടുവന്ന തിരിച്ചേട്ടാണല്ലോ. അതെ അതെ. ഓക്കെ. ഈസി കോമഡി ഉത്സവം പവർഡ് ബൈ matrimony.com. ഇന്നത്തെ ഉത്സവ പരിപാടികൾ തൽക്കാലം ഒരു വൈൻഡ് അപ്പ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ലെറ്റ്സ് വെൽക്കം ബിജുക്കുട്ടൻ ആൻഡ് ടിനി ടോം. ഇപ്പൊ ഏതൊക്കെയാണ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സിനിമകൾ റിലീസ് ആവാനുള്ള സിനിമകൾ നമ്മുടെ കുഞ്ഞിരാമായണം സംവിധാനം ചെയ്ത ബേസിലിന്റെ രണ്ടാമത്തെ സിനിമ ഗോദയിലുണ്ടല്ലോ, അത് ടൊവിനോണ് എന്റെ നായകൻ. അത് ഇറങ്ങാണ്ട് അതാണ് റിലീസ് ആവാനുള്ള സിനിമകൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്താണ് കുമ്പാരി എന്ന് പറഞ്ഞ സിനിമ, ചക്കരമാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമ, ചക്കരമാവിൻ കൊമ്പത്ത് ജോയ് മാത്യു സാർ ലീഡ് ചെയ്യണ സിനിമ. അപ്പൊ അങ്ങനെയാണ് സിനിമകൾ പോണത്. പിന്നെ ഇതുപോലെ ചെറിയ പരിപാടികൾ, സ്റ്റേജ് ഷോ, അങ്ങനെയൊക്കെ പോകണം. കുഴപ്പമില്ലെന്നോ, 4 പടം ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. കുഴപ്പമില്ലെന്ന് പറയുന്നത്. ഒന്നും വിട്ടുകൊടുക്കാറില്ല. വന്നാലും ടി വി വന്നാലും സിനിമ വന്നാലും. അതെ അതെ. ഈ കൂട്ടുകാരൻ സിനിമയിൽ അല്ലാതെ നമ്മള് ചെന്നപ്പെടുന്ന ഒരു തലം ഉണ്ടല്ലോ, അത് നല്ലതായിരിക്കണം. കാരണം ഞാനൊക്കെ ചെന്നപ്പെട്ടത് ടിനി ടോം, അതുപോലെ നമ്മുടെ പക്രു, അതിൻ്റെയൊക്കെ ഒരു ഗ്യാങ്ങിലേക്കാണ് ചെന്നപ്പെട്ടത്. അപ്പൊ
നിർത്തിക്കൊണ്ട് പറഞ്ഞാലേ അവരൊക്കെ കൂടെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അറിയാതെ എന്ന് പറയുന്നത് ഏതാണ്ട് അപകടം അപ്പൊ നമ്മ തനിയെ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കഴിവുണ്ടെങ്കിൽ ഉയർത്തിക്കൊണ്ടും വരും. അത് നമുക്ക് കിട്ടിയിട്ട് അനുഭവിച്ച് അറിഞ്ഞാക്കണ ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഒരു മിമിക്രിക്കാരനായിട്ടാണ് ടിൻ്റെ കൂടെ വന്നത്. പക്ഷെ ടിൻ്റെ കൂടെ ഒരു ചെയറിൽ എനിക്ക് ഇരിക്കാൻ പറ്റി. അപ്പൊ അവരുടെ തന്നെ കഴിവാണത്. അവര് നമ്മളെ വളർത്തിക്കൊണ്ടും വരുക. അപ്പൊ ടിനിച്ചേട്ടൻ ഇതേപോലെയാണ്. ഇത് അറിഞ്ഞു തന്നെയാണ് ഞാനും ടിനിച്ചേട്ടനെ കൂടെ പിടിച്ചേക്കണം. മനസ്സിലായില്ലേ? മാറിപ്പോയെന്നാ കേട്ടാ, സ്വഭാവം മാറിപ്പോയി. ആണല്ലേ? വളരെ ചീപ്പായി പോയി. വളരെ ചീപ്പായി. ഞാൻ ഇതിന്റെ കൂടെ കൂടിയിരിക്കുന്ന ഇടയ്ക്ക് എന്നെ ദുബായ് കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുക. തൽക്കാലം ഈസ്റ്റ് കോമഡി ഉത്സവം പവർഡ് ബൈ ചാവറ മാട്രിമണി.com അടുത്ത ആഴ്ച കാണാം. Till then, take care and bye.